ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നാമനിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് കുറിച്ചത് ബെന്യാമീനാണ്. നമുക്ക് നോവാത്ത നൊമ്പരങ്ങളും അങ്ങനെ തന്നെയല്ലേ? ചില നൊമ്പരങ്ങൾ നമ്മെ നോവിൽ വേവിക്കാത്തത് എന്തുകൊണ്ടാണ്? നോവിനും നോവുന്നതിനും രാഷ്ട്രീയമുണ്ടോ? ചിലരുടെ നൊമ്പരങ്ങൾ നമ്മെ നോവിക്കാൻ നാം അനുവദിക്കുന്നില്ല. ദൃശ്യ മാധ്യമങ്ങളിലൂടെ ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ നാം ആദ്യം അന്വേഷിക്കുന്നത് അതിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിലും സമുദായത്തിലുമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. മനുഷ്യരുടെ നൊമ്പരങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ സമുദായവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ കാരണം. വേദനകൾ ഓരോരുത്തരുടെയും ശരീരത്തിലേക്കും മതത്തിലേക്കും സമുദായത്തിലേക്കും ചുരുങ്ങുന്നത് വേദനയുടെ ദൈവീക ഭാവത്തിൻ്റെ നിഷേധമാണ്. വേദനയുടെ വീണ്ടെടുപ്പാണ് ക്രൂശിൻ്റെ സന്ദേശം. ഒന്നിലും നോവിക്കപ്പെടാതെ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ സ്വാഭാവിക വാസനകളെ കുരിശിൽ യേശു അതിജീവിക്കുന്നു. അപരനു വേണ്ടി വേദനിക്കാതിരിക്കാനുള്ള ഗദസമനയുടെ പ്രലോഭനത്തിന്മേലുള്ള വിജയമാണ് ഗോൽഗോഥായും കുരിശും. വേദനകളെ ഒഴിവാക്കാനുള്ള കുറുക്കുവഴിയായി ഇന്ന് മതപ്രസ്ഥാനങ്ങൾ മാറുകയാണ്. വിശ്വാസിയെ കേവലം ഉപഭോക്താവായും ദൈവത്തെ സന്തോഷങ്ങളുടെ മൊത്ത വിൽപ്പനക്കാരനായും മതം അവതരിപ്പിക്കുന്നു. മതത്തിൻ്റെ വ്യാപാര മൂല്യം മനുഷ്യരുടെ വൈകാരിക ദൗർബല്യങ്ങളാണെന്ന് നന്നായി അറിയുന്നവർ അത് ചൂഷണം ചെയ്യുന്നു. മനുഷ്യൻ വികാരമുള്ള ജീവിയാണ്. എന്നാൽ അതിനെ ചൂഷണം ചെയ്യുന്നത് ദൈവസിദ്ധമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വികാരങ്ങളുടെ ചൂഷണവും അതിൻ്റെ വൈകൃതവൽക്കരണവുമാണ്. എന്നാൽ കുരിശിൽ യേശു വേദനയെ തന്നെ വീണ്ടെടുക്കുന്നു. വേദന പാപവും ശാപവുമാണെന്ന് കരുതുന്ന ഒരു ബോധത്തിൻ്റെ തിരുത്താണ് കുരിശ്. അപരനിലേക്ക് വേദനയുടെ വീണ്ടെടുപ്പ് സാധ്യതകൾ തുറന്നിടുന്നതിലൂടെ വേദന ദൗർബല്യമല്ല, ദൈവത്തിൻ്റെ സ്വഭാവവും സ്നേഹത്തിൻ്റെ പ്രകാശനവുമാണെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ഇവിടെ അപരൻ എന്നത് അപരത്വം കൽപ്പിക്കപ്പെട്ട് ഭ്രഷ്ടരായി കഴിയേണ്ടി വരുന്നവരാണ്. നിർവചനാധികാരമാണ് സാമൂഹിക അധികാരം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നിർവചിക്കാനുള്ള ശ്രമങ്ങളെ നിശ്ചയിക്കുന്നവരും തീരുമാനിക്കുന്നവരെയുമാണ് നാം വേട്ടക്കാർ എന്ന് വിളിക്കേണ്ടത്. സ്വയനിർവചന ശേഷിയില്ലാത്തവർ ഇരകളായി മാറുന്നത് അങ്ങനെയാണ്. ഇവർ അവരെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ നിർവചനങ്ങൾ ആന്തരികവൽക്കരിക്കുന്നു. ഈ പ്രക്രിയയുടെ വേഗതയും തീവ്രതയുമാണ് വേട്ടക്കാരുടെ കാലിൻ്റെ വേഗത നിശ്ചയിക്കുന്നത്. നിർവചിച്ചും വിഭജിച്ചും മനുഷ്യരെ വേട്ടയാടാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതും ഉണ്മയുടെ തലത്തിൽ അന്യോന്യം നിർവചിക്കുന്നതുമാണ് കുരിശിലെ വേദനയുടെ രാഷ്ട്രീയം. ദൈവം അനുഗ്രഹിക്കട്ടെ.